ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. ചെറിയ ത്രോട്ട് ഇഷ്യൂസൊക്കെ ഉണ്ട്, അപ്പോൾ വോളിയൊക്കെ ഇച്ചിരി കുറവായിരിക്കും. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. പിന്നെ നമ്മളുടെ ഗോൾഡിൻ്റെ ഈ മാസത്തെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ മാസത്തേനേക്കാളൊക്കെ വളരെ മൂവ്മെൻറ്റ്സ് കുറവാണ് അല്ലേ. നമുക്ക് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏപ്രിൽ മാസമൊക്കെ പ്രൈസ് നല്ല രീതിയിൽ മൂവ് ചെയ്തായിരുന്നു അല്ലേ. അതിനേക്കാളും ഇച്ചിരിയും കൂടി വളരെ കുറവാണ് നെക്സ്റ്റ് മന്ത് മൂവ് ചെയ്തിരിക്കുന്നത്. അതിലും കുറച്ച് കുറവാണ് നെക്സ്റ്റ് മന്ത്, അതിനേക്കാളും മൂവ്മെൻറ്റ്സ് കുറവാണ്. അപ്പോൾ നോക്കി വരുമ്പോഴത്തേക്കും ഈ രീതിയിൽ വന്ന് പ്രൈസ് ഒരു സൈഡ് വേ ട്രെൻഡിലേക്ക് വരുന്നതാണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു റേഞ്ചിലേക്ക് ഒരു സൈഡ് വേ ട്രെൻഡിലേക്ക് വരുമ്പോൾ ഒരു വളരെ മൂവ്മെൻറ്റ് കുറവുള്ള ക്യാൻഡിൽസ് ആയിട്ട് മാറാറുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീക്കിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വേറെ വീക്കിലൊന്നും നമുക്ക് പറയാനുള്ള ഒരു എൻട്രി പൊസിഷൻ അല്ലെങ്കിൽ സിങ്ങിന് പറ്റുന്നൊരു പൊസിഷൻസ് നമുക്ക് ഇല്ല. വീക്ക് നോക്കണമെങ്കിൽ ഒരു ബിയറിഷ് ക്യാൻഡിലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് 5 ഡേയ്സിലത്തെ ക്യാൻഡിലാണ് ഈ കാണുന്നത്. 5 ഡേയ്സിലെ ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഒരു 3 ഡേയ്സ് ബിയറിഷും ഒരു 2 ഡേയ്സ് ബുള്ളിഷുമാണ് അല്ലേ. നമുക്ക് ആ ന്യൂസ് സമയത്തൊക്കെ പ്രൈസ് നല്ല രീതിയിലൊന്ന് റിയാക്ട് ചെയ്തു, പക്ഷേ അതേപോലെ നമുക്കൊന്നും സംഭവിച്ചില്ല. പ്രൈസ് ഒരു പുതിയൊരു ഹൈയോ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പ്രൈസ് ഇങ്ങനെ ഇറങ്ങി ഈ ലോയൊക്കെ എടുത്ത് അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ പ്രൈസ് കയറി ഈ ഹൈയൊക്കെ എടുത്ത് പോയായിരുന്നെങ്കിൽ നമുക്ക് വീണ്ടും നല്ല നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ പ്രൈസ് എടുക്കുന്ന ലിക്വിഡിറ്റിക്ക് എല്ലാം പ്രൈസ് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് മന്തിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് മന്തിൻ്റെ ഒന്നും പറയാനില്ല. എന്താണെന്ന് വെച്ചാൽ ഏപ്രിൽ മന്തിൻ്റെ ക്യാൻഡിലിൻ്റെ ഇൻസൈഡ് തന്നെയാണ് ഇപ്പോഴെല്ലാം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ സൈഡ് വേ ട്രെൻഡിലത്തെ ലിക്വിഡിറ്റി എടുക്കുമ്പോൾ അപ്പം തന്നെ സെല്ലെടുക്കാൻ പോകുമ്പോഴുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ പ്രൈസ് സൈഡ് വേ ട്രെൻഡിൽ മൂവ് ചെയ്യുമ്പോൾ എല്ലാ ലിക്വിഡിറ്റിക്കും റിയാക്ട് ചെയ്യും. അപ്പോൾ പിന്നീട് നമ്മളെല്ലാ ലിക്വിഡിറ്റിക്കും റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞ് കയറുമ്പോൾ ഒരുപാട് ട്രാപ്പുകൾ നമുക്ക് തരും, മനസ്സിലായോ. ചിലപ്പോൾ നമ്മൾ ഉറപ്പായിട്ട് റിയാക്ട് ചെയ്യുമെന്ന് ഉറപ്പുള്ള പൊസിഷനിലും പോലും ലിക്വിഡേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് കൺഫർമേഷനിലൊക്കെ പ്രൈസ് കയറിപ്പോൾ. അപ്പോൾ ശ്രദ്ധിച്ച് വേണം അങ്ങനെയുള്ള പൊസിഷനിലൊക്കെ നമുക്ക് എടുക്കാനായിട്ട്. നമുക്ക് നോക്കാം. നമുക്ക് 4 ഹവറിലേക്ക് വരാം. 4 ഹവറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ഹവറിലും പ്രൈസ് വേറെ ഒന്നുമില്ല. ഈ ഒരു ലിക്വിഡിറ്റി ആ ന്യൂസ് സമയത്ത് എടുത്തു, അതേപോലെ തന്നെ പ്രൈസ് താഴേക്ക് ഇറങ്ങിപ്പോന്നായിരുന്നു അല്ലേ. തിരിച്ച് വീണ്ടും അതേപോലെ തന്നെ കയറി പോന്നായിരുന്നു. നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻട്രീസൊക്കെ ഇച്ചിരി നല്ല എൻട്രികളായിരുന്നു. അതിനുശേഷം നമ്മൾ പറഞ്ഞതാണ് ഈ ഹൈ ലിക്വിഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ലോ വരെ പോകുമെന്ന്. ഈ ലോ വരെ കറക്റ്റായിട്ട് പോകുന്നു. അപ്പോൾ ആ ന്യൂസ് സമയത്ത് ഇതങ്ങോട്ട് കയറി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനോർത്ത് ഈ ഹൈയും ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരു ബോഡി, അങ്ങനെ ഹൈയും ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരു ബോഡി ബ്രേക്കാണ് നടക്കണമെന്നുണ്ടെങ്കിൽ പ്രൈസ് പിന്നെ താഴേക്ക് വരില്ല, ഇനി പ്രൈസ് വീണ്ടും മുകളിലേക്ക് തന്നെ പോയാനെ. പക്ഷേ പ്രൈസ് എന്ത് സംഭവിച്ചു, ഇവിടെ ഇങ്ങനെ ഈ ഒരു ക്യാൻഡിൽ വന്നതോടെ കാര്യം മനസ്സിലായി, ഈ ലോ എടുക്കാൻ തന്നെയുള്ള പ്ലാനാണ്. കറക്റ്റായിട്ട് ആ ലോ എടുത്ത് പ്രൈസ് ആ ലോ എടുത്തിരിക്കുന്നത് നോക്കിയേ, കണ്ടോ, ലിക്വിഡേറ്റ് ചെയ്തിരിക്കുക കണ്ടോ. ഈ ലോ എടുത്തു, അവിടെ നിന്ന് തന്നെ റിയാക്ട്. ഈ ബൈ നല്ല ബൈ ആയിരുന്നു. ഇവിടെ നിന്നും നമുക്ക് ആ സെല്ല് എടുക്കാൻ പറ്റിയായിരുന്നെങ്കിൽ ബെറ്റർ തന്നെയായിരുന്നു. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇങ്ങനെയുള്ള ട്രേഡ്സുകളൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. പക്ഷേ ഈ ട്രേഡ് ഹോൾഡ് ചെയ്ത് ഇവിടെ നോക്കി നിൽക്കുന്ന ആൾ ഇവിടം വരെ പ്രൈസ് വന്നിട്ട് ആ ന്യൂസ് സമയത്ത് എന്നാൽ ഒന്നും കൂടി വരട്ടെ എന്ന് വിചാരിക്കുന്ന നമ്മുടെ ആ ഇമോഷന് വേണ്ടി നമ്മൾ ആ ട്രേഡ് വെക്കുമ്പോൾ, അതായത് ഞാൻ ഈ എടുത്തിരിക്കുന്ന ട്രേഡ് കണ്ടല്ലോ, ഏകദേശം ഇവിടെ വെച്ചൊക്കെ അതങ്ങനെ ക്ലോസ് ചെയ്ത് കളയണത് തന്നെ നല്ലത്. അല്ലാതെ ന്യൂസ് സമയത്ത് ഇതും ലിക്വിഡേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇതിലേക്ക് വരട്ടെ, അപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് കിട്ടുമല്ലോ, വരുമായിരിക്കാം. ഈ വന്നിരിക്കുന്ന ക്യാൻഡിൽ നേരെ ഇങ്ങനെയായിരുന്നെങ്കിൽ ഇതിൽ വന്നിട്ടുണ്ടായാലും ഇവിടെ നിന്നായിരിക്കും പ്രൈസ് വന്നത്. പക്ഷേ അത് വെറുതെ ഒരു റിസ്കി ചാൻസ് എടുക്കുന്നതാണ്. അപ്പോൾ ഇവിടം വരെ വന്നിരിക്കുന്ന ആ പ്രോഫിറ്റ് എന്ത് ചെയ്യും, ഒറ്റയടിക്കായിരിക്കും അത് ബ്രേക്ക് ചെയ്യാൻ എടുക്കുന്നത്. ഇമോഷൻസ് എല്ലാം ആകെ ഇടങ്ങേറായി. വെറുതെ ഒരു ട്രേഡ് പക്കയായിട്ട് മാനേജ് ചെയ്യുക, മൾട്ടിപ്പിൾ ടാർഗറ്റ് വെക്കുക, മൾട്ടിപ്പിൾ എൻട്രീസ് ആക്കി വെക്കുക. നിങ്ങളങ്ങനെ ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ട്രേഡ് അടുത്തേക്കണമെങ്കിൽ നല്ലോണം ഒരു പാർഷ്യലൊക്കെ ബുക്ക് ചെയ്തിട്ട് ഒരു 25% ഒക്കെ മാത്രം ഹോൾഡ് ചെയ്തിട്ട് ഇടുക. അപ്പോൾ പിന്നെ പോയാലും നമ്മൾ ഓൾറെഡി നമ്മൾ പ്രോഫിറ്റിലാണ്, നഷ്ടമൊന്നുമില്ല. നമുക്ക് 1 ഹവറിലേക്ക് വരാം. 1 ഹവറിലേക്കൊക്കെ എല്ലാം നമുക്ക് ഇത് തന്നെ പറയാനുള്ളത്. ഈ പറയുന്ന നമ്മുടെ ഇൻറ്റേർണൽ അല്ലാതെ വേറെ ഒന്നും ഇല്ല. 50 മിനിറ്റിൽ പിന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടി 50 മിനിറ്റിലാണ് കുറച്ചും കൂടി ചാർട്ട് നമുക്ക് വരക്കാൻ പറ്റിയിരിക്കുന്നത്. നമുക്ക് 4 ഹവർ 1 ഹവർ ഇതിലൊക്കെ നമുക്ക് ഇൻറ്റേർണലാണ് നമ്മൾ നോക്കിക്കുന്നത്. 50 മിനിറ്റിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ 50 മിനിറ്റ് ബ്രേക്ക് ഫ്രക്ചർ തന്നു, 50 മിനിറ്റിൻ്റെ ഐഡിയം എടുത്തു, 50 മിനിറ്റിൻ്റെ ആ OBയിൽ കറക്റ്റായിട്ട് തന്നെ ഈ 2 OB റിയാക്ട് ചെയ്ത് ഇവിടെ നിന്നാണ്. ഇവിടുത്തെ ഈ ഒരു സെല്ലാണ് ഞാൻ പറഞ്ഞില്ലേ, ഇത് നല്ലൊരു സെല്ലാണ്. പക്ഷേ
പല ആളുകളും എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നതാണ്. ഇച്ചിരി കൂടി എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെയാണ് ഈ സെല്ലൊക്കെ എടുക്കാനായിട്ട് നോക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് താഴേക്ക് പോരും, ആ ലോ വരെ നമുക്ക് എടുക്കാം. ഓക്കെ, നോക്കിയേ, ഇവിടെ ബോഡി ബ്രേക്ക് ചെയ്തു. ഇതൊരു നമുക്ക് IFC ക്യാൻഡിലായിട്ട് എടുക്കാം, സിംഗിൾ ക്യാൻഡിലായിട്ട് എടുക്കാം അല്ലേ. അതേപോലെ നെക്സ്റ്റ് മിറ്റിഗേഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നേരെ ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് സെല്ല് എടുത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ ലോ എടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ പ്രൈസ് സമയം എടുത്തു ആ ലോ എടുക്കാനായിട്ട്. അതിനുശേഷം പ്രൈസ് ഞാൻ പറഞ്ഞില്ലേ, ആ 4 hourൽ ആ ലോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് എടുക്കാതെ ഇവിടെ നിന്ന് പക്കയായിട്ട് 50 മിനിറ്റിൻ്റെ സിംഗിൾ ക്യാൻഡിലുണ്ട്. ഇപ്പോൾ ഈ സെല്ല് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ബൈ ഇച്ചിരിയും കൂടി എളുപ്പം എടുക്കാൻ പറ്റിയ ഒരു ബൈ ആയിരുന്നു. പക്ഷേ മൂവ്മെൻറ്റ്സിന് ടൈം എടുക്കും. ഇനി നേരത്തെ ഇങ്ങനെ കയറിപ്പോകുന്നത് പോലെയൊന്നും കയറില്ല, സമയം എടുത്തായിരിക്കും കയറുന്നത്. ഇപ്പോൾ 17-ാം തീയതിയാണ് ഇത് വന്നതെങ്കിൽ ഇപ്പോഴും ഇത്രയും മൂവ് ചെയ്തിരിക്കുന്നതൊക്കെ 18-ാം തീയതി ആയപ്പോഴാണ്. അപ്പോൾ ഒരു ദിവസമൊക്കെ എടുത്തിട്ടായിരിക്കും നമുക്ക് ഒരു കുറച്ച് മൂവ്മെൻറ്റ്, അതായത് 315 $45 എന്ന് വിചാരിക്കും. $35 മൂവ് ചെയ്യാനായിട്ടൊരു 1 ഡേക്ക് എടുക്കും ചിലപ്പോൾ. അല്ലെങ്കിൽ ആ ന്യൂസ് സമയത്തുള്ള ആ ഒരു മൂവ്മെൻറ്റ്സ് മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പണ്ടത്തെ ആ ഒരു ഫാസ്റ്റായിട്ട് നമ്മൾ എൻട്രി എടുത്ത് വളരെ ഫാസ്റ്റായിട്ട് ഒരു $30-35 വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുമായിരുന്നു. ആ ഒരു മൂവ്മെൻറ്റ്സിൽ നിന്ന് ഇപ്പോൾ സൈഡ് വേ ട്രെൻഡിൽ കിട്ടില്ല. അപ്പോൾ അതും പ്രതീക്ഷിച്ച് നോക്കിയിരിക്കരുത്. അപ്പോൾ ഞാൻ പറയണതെന്ന് വെച്ചാൽ ഇനിയും നിങ്ങൾക്ക് സെല്ലും നോക്കാം, ബൈയും നോക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ സെല്ലും ബൈയും നോക്കാൻ പറയുമ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ലോ വന്ന് ലിക്വിഡേറ്റ് ചെയ്തു, ഇത് കയറിപ്പോൾ ഒരിക്കലും ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രക്ചറിലത്തെ ഈ ഹൈ സ്ട്രോങ് അല്ല, ഇത് ലിക്വിഡേറ്റ് ചെയ്തിരിക്കണം. ബോഡി ബ്രേക്ക് ചെയ്തിട്ട് താഴേക്ക് വന്ന് ഇവിടെ വീണ്ടും ബോഡി ബ്രേക്ക് ചെയ്തായിരുന്നെങ്കിൽ സ്ട്രോങ്. അതേപോലെ നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പ്രൈസ് മൂവ് ചെയ്ത് പോകുന്നത് കയറിപ്പോവാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രക്ചറാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട. ഈ സ്ട്രക്ചർ ഇവിടെ ബോഡി ബ്രേക്ക് ചെയ്ത് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് പറ്റുള്ളൂ, ഇത് പ്രൈസ് ഇതിൻ്റെ ഒരു ലിക്വിഡിറ്റി എടുത്ത് കഴിയുമ്പോഴത്തേക്കും കയറിപ്പോവുള്ളൂ. ഇപ്പോൾ നമ്മൾ ബ്രേക്ക് സ്ട്രക്ചർ വരക്കുന്നത് എങ്ങനെയാണ്, ഒരു ബോഡി ബ്രേക്ക് അവിടെ നടന്നു, അത് സ്ട്രോങ് ആയി അല്ലേ, അതിൻ്റെ ഒരു ഐഡിയ എടുക്കുമ്പോഴോ അതിൻ്റെ ഡിസിഷൻ ഹോബിയിലോ എക്സ്ട്രീം ഹോബിയിലൊക്കെ വരുമ്പോൾ പ്രൈസ് കയറി പുതിയൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. അതേപോലെ തന്നെയാണ് ഇൻ്റർണൽ സ്ട്രക്ചർ നോക്കണ്ട. ഈ ഒരു സ്ട്രക്ചർ സ്ട്രോങ് അല്ല, വീക്കാണ്. അപ്പോൾ വീക്കുള്ള സ്ട്രക്ചറിൻ്റെ ലിക്വിഡിറ്റി എടുത്തിട്ട് കയറിപ്പോകാമെന്ന് വെച്ചാൽ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇന്ത്യയിൽ ഓൾറെഡി ഒരു നമ്മുടെ സൈഡ് വേ ട്രെൻഡിലൊക്കെ ചിലപ്പോൾ നടക്കുമായിരിക്കാം, പക്ഷേ ഞാൻ പറഞ്ഞത് വളരെ സാധ്യത കുറവാണ്. അപ്പോൾ പ്രൈസ് സെല്ലും നിങ്ങൾക്ക് നോക്കാം, ബൈയും നോക്കാം, നല്ല നല്ല മൂവ്മെൻറ്റ്സുകളൊക്കെ എടുത്ത് പ്രോഫിറ്റ് ആക്കാനും നോക്കുക. അതേപോലെ ചെറിയ ചെറിയ ടാർഗറ്റുകൾ വെക്കുക. പിന്നെ അതേപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ വലിയ ടാർഗറ്റിനൊക്കെ വേണ്ടി ഹോൾഡ് ചെയ്യുമ്പോൾ ബ്രേക്ക് ഈവനൊക്കെ അടിക്കാനുള്ള സാധ്യത ഈ ഒരു മൂവ്മെൻറ്റ്സിൽ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് വരാം. ബ്രിട്ടീഷ് പൗണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബിയറിഷ് മൂവ്മെൻറ്റിലേക്കാണ് മന്തിൻ്റെ വെച്ച് നോക്കുമ്പോഴാണെങ്കിലും പോയേക്കുന്നത്. അതുമാത്രമല്ല പ്രീവിയസ് മന്തിൻ്റെ ലോ ലിക്വിഡേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ബൈയിങ് സെറ്റപ്പാണ് പ്രീവിയസ് മന്തിൻ്റെ ലോ ലിക്വിഡേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീക്ക് നോക്കാം. വീക്ക് നോക്കണമെങ്കിൽ 3 ആഴ്ചയായിട്ട് പ്രൈസ് റെഗുലറായിട്ട് ബിയറിഷാണ്. 3 ആഴ്ചയായിട്ട് റെഗുലറായിട്ട് ബിയറിഷ് ആയത് മാത്രമല്ല, ഇത് നോക്കിയാൽ ഈ ഹൈക്ക് ഇതാണ് ഐഡിയമായിട്ട് വരുന്നത്, അത് പ്രൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ വീക്കിൻ്റെ മന്തിൻ്റെ വെച്ച് നോക്കുമ്പോൾ മന്തിൻ്റെ ലോ എടുത്ത ബൈ നോക്കാം, വീക്കിൻ്റെ ഐഡിയം എടുത്ത ബൈ നോക്കാം. ഡേയുടെ വെച്ച് നോക്കുമ്പോൾ ഡേയുടെ ഒരു ഓബിയിൽ തന്നെയാണ് പ്രൈസ് ഇപ്പോഴും നിൽക്കുന്നത്, അതിപ്പോഴും സ്ട്രോങ് ആണ്. ആ രീതിയിൽ ബൈ നോക്കാം. 4 hourൻ്റെ ഓബിയിൽ തന്നെയാണെങ്കിൽ 4 hourൻ്റെ സ്ട്രക്ചറിലാണ്, 4 hourൻ്റെ എക്സ്ട്രീം ഓബിയിലാണ് വന്ന് നിൽക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇവിടെ നിന്ന് നമ്മൾ എൻട്രി എടുത്ത് ഓൾറെഡി അത് മൂവ് ചെയ്തതാണ്. പക്ഷേ ആ ന്യൂസ് സമയത്ത് വന്നിട്ടത് ബ്രേക്ക് ഈവൻ അടിച്ചു. ഇമ്മീഡിയറ്റ് ഞാൻ 5 മിനിറ്റിലായിരുന്നു നമുക്ക് അവിടെ പിന്നെ എൻട്രി ഉണ്ടായിരുന്നു. നമുക്കൊരു ചോക്ക് വിത്ത് ഐഡിയോ ഫ്ലിപ്പ് വിത്ത് ഐഡിയോ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല സ്ട്രോങ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ, പക്ഷേ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ മൂവ്മെൻറ്റ് വല്ലാതെ കുറവായിരുന്നു ഈ ഒരു പൊസിഷനിൽ നിന്ന് പോയത്. പക്ഷേ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ലോ ഒന്ന് ലിക്വിഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ കയറിപ്പോവും. പക്ഷെ കയറിപ്പോയത് നോക്കിക്കഴിയുമ്പോഴത്തേക്കും പോയി, പക്ഷേ അതേപോലെ തന്നെ തിരിച്ചു വന്നു. പക്ഷെ ഞാൻ നല്ലൊരു ടാർഗറ്റൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചതാണ്. ആദ്യം എടുത്ത എൻട്രി ഒരു ടാർഗറ്റൊക്കെ കിട്ടി, ഹോൾഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ന്യൂസ് സമയത്ത് കയറി വന്നു. പക്ഷെ പിന്നെ ന്യൂസ് സമയത്ത് രണ്ടാമത് എടുത്തപ്പോഴത്തേക്കുള്ള സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അതിൻ്റെ ഒരെണ്ണം എനിക്ക് ഇമ്മീഡിയറ്റ് ബൈ ഇട്ടത് കൊണ്ട് ടാർഗറ്റ് കിട്ടി, ഒരെണ്ണം ട്രിഗർ ആകാതെ പോയി. പിന്നെ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതെടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, അല്ലാന്നുണ്ടെങ്കിൽ അത് ലോസ് ആയാനെ. അപ്പോൾ നോക്കുമ്പോൾ എല്ലാ രീതിയിലും ഇപ്പോൾ 4 ഹവറിൽ ബൈയിങ് സെറ്റപ്പിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ 1 ഹവറിൽ മാത്രമാണ് ഒരു ബിയറിഷ് ട്രെൻഡിൽ നിൽക്കുന്നത്. എന്നാലും 1 ഹവറിൽ നോക്കുമ്പോൾ അറിയാം ഈ ഒരു പൊസിഷനിൽ നിന്ന് പ്രൈസ് പോകുമ്പോൾ 1 ഹവറിൻ്റെ ആ OB-യിലാണ് പ്രൈസ് വന്ന് റിയാക്ട് ചെയ്ത് താഴേക്ക് പോന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു പൊസിഷനിൽ നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സെല്ല് നോക്കാം. പക്ഷേ ഇത്രയും വലിയ വിക്കിൻ്റെ ക്യാൻഡിൽസൊക്കെ വന്നു കഴിയുമ്പോൾ പല ആൾക്കാർക്കും കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് മാറി നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലത്. അല്ലാതെ വെറുതെ ആ ഒരു പൊസിഷനിൽ പോയി നിന്ന് വെറുതെ ഒരു പണി വാങ്ങിച്ചു വെക്കേണ്ട കാര്യമില്ല. കണ്ട ഈ ഒരു പൊസിഷനിൽ നമുക്കിവിടെ നമ്മൾ 5 മിനിറ്റിലൊക്കെ ചോക്ക് വിത്ത് ഐഡിയോ 50 മിനിറ്റിലൊക്കെ നമുക്ക് ചോക്ക് വിത്ത് ഐഡിയോ ഒക്കെ കിട്ടി നമ്മളത് മൂവ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഈ സാധനം ചോക്ക്, അതിനുശേഷം പ്രൈസ് വന്ന് ഐ ഡി എം എടുത്ത് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണേണ്. അപ്പോൾ ആദ്യത്തെ ഒരു ടാർഗറ്റൊക്കെ അടിച്ച് ഈ സാധനം വന്ന് നേരെ എഴുതും. നമുക്ക് 50 മിനിറ്റ് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിത് കിട്ടുന്നില്ല. അപ്പോൾ ഞാനിത് 50 മിനിറ്റിൽ ഇത് വന്ന് ട്രിഗർ ആകണ രീതിയിൽ, പിന്നെ ഞാൻ നോക്കുമ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഇത് വന്ന് ട്രിഗർ ആകണം, അല്ലെങ്കിൽ പിന്നെ ഇത് നമ്മൾ നോക്കണം. പക്ഷേ കിട്ടില്ല എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്താണ് 5 മിനിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ 5 മിനിറ്റിൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പൊസിഷനിൽ ഓൾറെഡി എൻട്രി ആയി മൂവ് ചെയ്തായിരുന്നു പ്രൈസ്. അപ്പോൾ എൻട്രി ആയി പ്രൈസ് അവിടെ നിന്ന് മൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു പൊസിഷനിൽ നിന്നൊക്കെയാണ് തോന്നുന്നത് ആ എൻട്രിയിൽ കയറിയത്. നെക്സ്റ്റ് ഇത് ഇവിടം വരെ വരികയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഈ ഒരു ഹൈ ഒക്കെ എടുക്കണേന് മുമ്പ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ വീണ്ടും നെക്സ്റ്റ് ഒരു എൻട്രി ഇട്ടു. പക്ഷേ ആ എൻട്രി ട്രിഗർ ആകണമെന്ന് പ്രൈസ് കയറിപ്പോയി. പ്രൈസ് ഇങ്ങനെ കയറിപ്പോയതിന് ശേഷം പ്രൈസ് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഫസ്റ്റ് ഓറിന് ടാർഗറ്റ് അടിച്ചു. തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇനി ഇത് വന്ന് ആ ഒരു എൻട്രിയിൽ വന്ന് കയറിയിട്ട് കാര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹൈനി എടുക്കുന്നത് ചിലപ്പോൾ സാധ്യത കുറവായിരിക്കും, അത് നമ്മൾ ക്വിറ്റ് ചെയ്ത് കളയുക. പക്ഷേ ചിലപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് പ്രൈസ് കയറി പോകാനുള്ള സാധ്യതയും ഉണ്ട്. ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ രീതിയിലും നമ്മൾ നോക്കുമ്പോൾ പ്രൈസ് എന്താണ് നല്ല ബൈ എടുക്കാൻ പറ്റുന്ന ഒരു ബെറ്റർ സിറ്റുവേഷനിലേക്കാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് പ്രൈസ് തിരിച്ച് കയറിപ്പോയി. ഇപ്പോൾ ഒരെണ്ണത്തിൽ പ്രൈസ് ഈ ഒരു പൊസിഷനിൽ എനിക്ക് ട്രിഗർ ആയിട്ടുണ്ട്, തിരിച്ച് കയറിപ്പോയി. ഞാൻ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ റണ്ണിങ് നിൽക്കുന്ന ട്രേഡാണ്. പക്ഷേ ഈ ഹൈ വന്ന് ബോഡി ബ്രേക്ക് ചെയ്താണ് പോയേക്കണമെന്നുണ്ടെങ്കിൽ ആ എൻട്രി ഇനി ഹോൾഡ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. പക്ഷേ ഈ ഹൈ ഈ നമ്മുടെ ന്യൂസിൻ്റെ സമയത്തുണ്ടായ ഹൈനെ പ്രൈസിന് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിറങ്ങി വരുമ്പോൾ മൺഡേ നിങ്ങൾക്കുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും ഉള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ, ഈ ലോ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, വീണ്ടും അവിടെ നിന്ന് ഒരു 5 മിനിറ്റിനേക്കാളും ബെറ്റർ 50 മിനിറ്റിൻ്റെ ഒരു സിംഗിൾ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബൈ ഇടാം. അവിടെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ടാർഗറ്റ് വെച്ചിട്ട് ഒരു സിംഗ് ട്രേഡും ഡേ ട്രേഡൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് യൂറോ USDയിലേക്ക് വരാം. ബിയറിഷ് ക്യാൻഡിൽ തന്നെയാണ് യൂറോ USDയുടെ. പിന്നെ എനിക്ക് മന്തിൻ്റെ നമുക്ക് ഈ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല. വീക്ക് ലോക്കലിലും പ്രൈസ് ബിയറിഷിലേക്ക് തന്നെയാണ് 2 ആഴ്ചയായിട്ട് പോകുന്നത്. വീക്കിലും നമുക്ക് വേറെ ഒരു എൻട്രി സെറ്റപ്പിൻ്റെ ഒന്നും ഇല്ല. നമുക്ക് ഡെയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഈ ഹൈയിൽ നിന്ന് ഈ ഐഡിയം എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ ഈ ഐഡിയം എടുത്ത് കഴിയണമെങ്കിൽ ഒരു ബൈ എടുക്കുക. അപ്പോൾ പ്രൈസ് നല്ല എഫിഷ്യൻ്റായിട്ടാണ് പ്രൈസ് ഒരു ബിയറിഷിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രീവിയസ് ഡേയുടെ ഹൈയും ലോയൊക്കെ എടുക്കുമ്പോൾ ബൈയും സെല്ലും നോക്കാവുന്നതാണ്. ഈ ഐഡിയം എടുക്കുന്നത് വരെയൊക്കെ നിങ്ങൾക്ക് അവിടെ നല്ലൊരു കൺഫർമേഷൻ കിട്ടുന്നവരെ സെല്ലിന് ഇച്ചിരിയും കൂടി സാധ്യത കൂടുതൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് 4 ഹവറിൻ്റെ തന്നെയാണെങ്കിലും പ്രൈസ് നല്ല എഫിഷ്യൻ്റായിട്ട് തന്നെയാണ് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സെല്ലിലേക്കും ബൈയിലേക്കും എടുക്കുക, ബൈ കിട്ടുന്ന സാധ്യതകൾ യൂസ് ചെയ്യുക. അതേപോലെ ബൈയിലേക്ക് കൂടുതൽ സിംഗ് ട്രേഡ് എടുക്കാൻ ചാൻസ് കൂടുതലുള്ള ഇതേപോലെയുള്ള OB-കളിൽ നിന്നൊക്കെ നല്ല സിംഗ് ട്രേഡ് എടുക്കാൻ പറ്റുന്നൊരു പൊസിഷൻസാണ്. അതേപോലെ തന്നെ 1 ഹവറിൻ്റെ ആണെങ്കിലും പുതിയൊരു ബ്രേക്ക് സ്ട്രക്ചർ ഉണ്ട്. ഇപ്പോൾ ലിക്വിഡിറ്റി എടുത്തു, ഇനിയിപ്പോൾ ഇവിടെ പുതിയൊരു ബ്രേക്ക് സ്ട്രക്ചർ ഉണ്ടായിക്കഴിഞ്ഞാൽ 1 ഹവറിൻ്റെ ഐഡിയ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ 1 ഹവറിൻ്റെ ഒരു ഡിസിഷൻ OB-യിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യുക, ഈ 4 ഹവറിൻ്റെ OB-യിലേക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി ലോങ് ടൈം നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ട്രേഡ്സുകളൊക്കെ നമുക്ക് പരമാവധി എടുക്കാം. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, ബൈയും സെല്ലും എടുക്കുന്നത് തന്നെയാണ് യൂറോ USDയിൽ നല്ലത്. പ്രൈസ് ബിയറിഷിലേക്ക് വരുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഡേയുടെ ഐഡിയം എടുക്കാനായിട്ട് അടുത്ത ആഴ്ച പ്രൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി അവിടെ ആ ഒരു പൊസിഷനിൽ തന്നെ ചിലപ്പോൾ നിൽക്കാം. അപ്പോൾ വെറുതെ നമ്മളവിടെ ഒരു കൺഫ്യൂഷൻ വേണ്ട കേട്ടോ.
അപ്പോൾ നമുക്ക് നേരെ ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് വരാം. ഇതും മന്തിൻ്റെ ക്യാൻഡിൽ വരുമ്പോൾ പ്രൈസ് ഒരു ബിയറിഷ് ക്യാൻഡിലാണ്. വീക്കിലും പ്രൈസ് ബിയറിഷാണ്. വീക്കിൻ്റെ സ്ട്രക്ചറിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വേറെ ഒരു സെറ്റപ്പ് ഒന്നും ഇല്ല. നമുക്ക് ഈ ഒരു പൊസിഷനിൽ ഈ ഒരു വിക്കോബിയിൽ വരുന്നുണ്ടെങ്കിൽ പ്രൈസ് ഒന്ന് റിയാക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് ഈ വിക്കോബി കേട്ടോ. അപ്പോൾ മൺഡേ എങ്ങാനും പ്രൈസ് നെക്സ്റ്റ് വീക്ക് എങ്ങാനും പ്രൈസ് ഇവിടെ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് റിയാക്ട് ചെയ്യാനുള്ള സാധ്യത നല്ല കൂടുതലാണ്. നമുക്ക് ഓൾറെഡി ഡേയുടെ ഒരു OBയിലാണ് നിൽക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ടാകും നോക്കാം. ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. നമുക്ക് നല്ലൊരു IFC ക്യാൻഡിൽ കിട്ടിയിട്ട് പ്രൈസ് മൂവ് ചെയ്തു. ഒന്നെങ്കിൽ IFC ക്യാൻഡിൽ കിട്ടി നെക്സ്റ്റ് ക്യാൻഡിൽ കിട്ടുമ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ബൈ എടുക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് എവിടം വരെ വെക്കാം, പ്രീവിയസ് ഹൈ വരെയാണ് നമുക്ക് വെക്കാവുന്നത്. പക്ഷേ പ്രീവിയസ് ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് 1 അവറിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഹൈ ഒക്കെ വെച്ചിട്ട് അതൊക്കെ ടാർഗറ്റ് ചെയ്യാവുന്നതായിരുന്നു. ഓക്കെ, ഇപ്പോൾ 1 അവറിൻ്റെ വരികയാണെന്നുണ്ടെങ്കിൽ 1 അവറിലൊരു സിംഗിൾ ക്യാൻഡിലുണ്ട്. നമുക്ക് നെക്സ്റ്റ് ഇവിടെ ഹൈ വെക്കാം. ഇതെല്ലാം ഇൻസൈഡാണ്. ഈ ഒരു പൊസിഷനിലൊക്കെ തന്നെ നമുക്ക് വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു SOB, അതായത് ഒരു ബിയറിഷ് OBയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സെല്ല് നോക്കാം. പക്ഷേ എന്നാലും ഞാൻ പറയണത് ഡേയുടെ ഒരു OB ആയതുകൊണ്ട് തന്നെ വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോകുമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കുറച്ച് ദിവസമായിട്ട് നല്ല എഫിഷ്യൻ്റ് ആയിട്ടാണ് കുറച്ച് മാസമായിട്ട് പ്രൈസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ്സ് ഉള്ളത് കൊണ്ടും ബിയറിഷ് OBകളൊക്കെ നല്ല രീതിയിൽ റിയാക്റ്റും ചെയ്യുന്നുണ്ടായിരുന്നു. പ്രൈസ് വീണ്ടും വീഴുക. അപ്പോൾ നമ്മൾ ഏറ്റവും എക്സ്ട്രീം ബ്രേക്ക് ഫ്രക്ചർ കിട്ടും എന്നുള്ള രീതിയിൽ തന്നെ വീണ്ടും നിൽക്കുക, അല്ലെങ്കിൽ പ്രൈസ് വീണ്ടും പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുമെന്ന് വിചാരിച്ച് നിന്നിട്ട് കാര്യമില്ല. പ്രൈസ് ഏതെങ്കിലും ഒരു ഹൈ എടുത്തിട്ട് വീണ്ടും പോന്നു കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബൈയിലേക്കുള്ള സാധ്യതകൾ എടുക്കുക, അതേപോലെ സെല്ല് കിട്ടണമെങ്കിൽ സെല്ലിന് യൂസ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും നല്ല നല്ല എൻട്രീസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അപ്പോൾ എനിക്ക് ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു ഇത്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഈ ഡ്രോയിങ്ങിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് അടിപൊളിയായിട്ട് പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.